വോള്യൂമെട്രിക് അനാലിസിസിൻ്റെ കാൽക്കുലേഷൻ പഠിക്കാനാട്ടോ ഈ വീഡിയോ. ഇതിൽ നമ്മൾ എക്സാമ്പിളായിട്ട് എസ്റ്റിമേഷൻ ഓഫ് NaOH യൂസിങ് സ്റ്റാൻഡേർഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സൊല്യൂഷനാണ് പഠിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ എയിം എന്നാണ് പറയാം. ക്വസ്റ്റ്യനിൽ ടു ഡിറ്റർമൈൻ ദി മാസ് ഓഫ് NaOH ആണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷനായിട്ട് HCl തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കില്ല. ഇത് മനസ്സിലാക്കേണ്ടത് ഇതിൽ രണ്ട് സൊല്യൂഷനാണുള്ളത്. NaOH ഉണ്ട്, HCl ഉണ്ട്. മാസ് കാണാൻ പറഞ്ഞത് NaOH എന്ന് പറഞ്ഞ ബേസിൻ്റെതാണ്. അതിന് വേണ്ടി തന്നത് ഒരു ആസിഡ് തന്നു, ആസിഡിൻ്റെ വെയിറ്റും തന്നു. അത് നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഏതിൻ്റെതാണോ വെയിറ്റ് തന്നത് അതിന് നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയും. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആസിഡ് ആണെങ്കിൽ അതിന് അസിഡിമെട്രി എന്ന് പറയും. ഇനി നേരെ ഓപ്പോസിറ്റ് ഉണ്ട് കേട്ടോ. എസ്റ്റിമേഷൻ ഓഫ് ആസിഡ് ആണ് കാണുന്നതെങ്കിൽ അതിൽ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ബേസും ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പം പറയണത് അസിഡിമെട്രി ആണ്. കാരണം സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ HCl എന്ന് പറഞ്ഞ ആസിഡാണ്. അതിൻ്റെ വെയിറ്റ് തന്നു. വെയിറ്റ് തന്ന ആളെന്ത് വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ രണ്ട് സൊല്യൂഷൻ ആണ് ഇതിലുള്ളത്, NaOHഉം HClഉം. നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്നാണ് അഥവാ HClൻ്റെ വെയിറ്റ് എന്നാണ് കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിന് നമുക്ക് എളുപ്പത്തിൽ ഞാൻ പറയണ ഒരു മെത്തേഡ് ഉണ്ട് കാൽക്കുലേഷന്. അതാണ് ഏറ്റവും നല്ലത്. അതിന് ഒന്നാമത്തെ സൊല്യൂഷൻ ഫസ്റ്റ് സൊല്യൂഷനും NaOHന് രണ്ടാമത്തെ സൊല്യൂഷനായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സൊല്യൂഷൻ HCl, സെക്കൻഡാണത് NaOH. HClൻ്റെ വോള്യത്തെ നമ്മൾ V1 എന്ന് പറയും. അപ്പോൾ അതിൻ്റെ നോർമാലിറ്റി N1 എന്നും പറയും. അപ്പോൾ NaOHൻ്റെ വോള്യത്തെ നമ്മൾ V2 എന്നും പറയും. അതിൻ്റെ നോർമാലിറ്റി N2 എന്നും പറയും. അപ്പോൾ ഇനി കാൽക്കുലേഷൻ തുടങ്ങുമ്പോൾ എന്താ പറയുന്നത്, കാൽക്കുലേഷൻ സ്റ്റാർട്ടിങ് ട്രബിൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകം പറയുന്നത്. സ്റ്റാൻഡേർഡ് സൊല്യൂഷനിൽ ഒരു വെയിറ്റ് എയിമിൽ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കണ്ടോ, നമുക്ക് ടൈറ്റർ വാല്യൂ നമ്മൾക്ക് 19.5 എന്ന് ഈ എക്സ്പെരിമെൻറ്റിൽ കിട്ടിയതാണ്. ടൈറ്റർ വാല്യൂ 9.5ഓ 20ഓ ഇത് നിങ്ങൾ എക്സ്പെരിമെൻ്റ് എന്ന് കിട്ടുന്ന വാല്യൂ നമ്മൾ ആ കോളത്തിൽ എഴുതും. ആ കോളം വരച്ചിട്ടാണല്ലോ ഇത് ചെയ്യാം. അപ്പോൾ കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്തു. ദ മാസ് പെർ ലിറ്റർ ഓഫ് HCl എയിമിൽ തന്ന വെയിറ്റ് നിന്ന് തുടങ്ങുകയാണ്. ഇനി ഇക്വലൻറ്റ് മാസ് ഓഫ് HCl അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. 36.5 ആണ്. അങ്ങനെ ചില സൊല്യൂഷനും ഒക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇനി നോർമാലിറ്റി ഓഫ് HCl ആണ് ഫസ്റ്റ്. ശ്രദ്ധിച്ചോ, നമ്മൾ നോർമാലിറ്റി ഓഫ് HCl N1. N എന്ന് പറഞ്ഞാൽ നോർമാലിറ്റി, 1 HCl ആണല്ലോ ആദ്യത്തത്, അതുകൊണ്ട് 1 എന്നിട്ടാണ് ആ ഓർഡറിൽ തന്നെ ചെയ്യുക. അപ്പോൾ W/36.5. അപ്പോൾ മാസ് പെർ ലിറ്ററിനെ ഇക്വലൻ മാസോട് ഡിവൈഡ് ചെയ്താൽ അത് കിട്ടും. അത് കിട്ടിയത് 0.0958. നമ്മളെപ്പോഴും പോയിന്റ് കഴിഞ്ഞിട്ട് 4 ഡിജിറ്റ് ചെയ്താൽ, ഒരിക്കലും റൗണ്ട് ചെയ്യുകയൊന്നും ചെയ്യരുത്. നമ്മൾ എത്രയാണ് ആൻസർ വരുന്നത് അതിന് 4 പോയിന്റ് കഴിഞ്ഞ് 4 ഡിജിറ്റ് ചെയ്താൽ, ഒന്നുമില്ലെങ്കിൽ നമ്മൾ 0 ഇട്ടിട്ട് മീൻസ് 0.1 ആണെങ്കിൽ പിന്നെ 0 ഇട്ടിട്ട് 4 ഡിജിറ്റ് ആക്കി ഇത് യൂണിറ്റ് N നോർമാലിറ്റിൻ്റെ യൂണിറ്റോ. ദെൻ നെക്സ്റ്റ് ശ്രദ്ധിച്ചല്ലോ, വോള്യൂം ഓഫ് HCl സൊല്യൂഷൻ. അപ്പോൾ അത് V1 ആണ് വരിക. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് നമ്പർ എഴുതിയ സൊല്യൂഷൻ നമ്മൾ HCl ആണ്. അതിൻ്റെ നോർമാലിറ്റിക്ക് N1 വന്നിട്ട് അതിൻ്റെ വോള്യത്തിന് V1 വന്നിട്ട് അത് എക്സ്പെരിമെൻറ്റ് കിട്ടിയത്. അത് നമ്മൾ ടൈറ്റർ വാല്യൂ അല്ലെങ്കിൽ നമ്മൾ എന്താ കോളത്തിൽ എഴുതിയത് പ്യൂറേറ്റ് റീഡിങ് 19.5 മില്ലി ലിറ്റർ. യൂണിറ്റ് ഒന്നും ഇടാൻ മറക്കണ്ട, മില്ലി ലിറ്റർ ആണ് വോള്യത്തിന്. വോള്യൂം ഓഫ് ഇനി നെക്സ്റ്റ് സിമ്പിളാണ് സംഭവം കേട്ടോ. ഇനി വോള്യൂം ഓഫ് NaOH സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യും, V2 എന്ന് കൊടുക്കും. അത് സെക്കൻഡ് സൊല്യൂഷൻ NaOH ആണല്ലോ, അതിൻ്റെ വോള്യൂം 2 എന്ന് കൊടുക്കും. അത് പിന്നെ 20 ml, അത് കോൺസ്റ്റൻ്റ് ആണ്. കാരണം അത് പിപ്പറ്റ് ചെയ്യണതാണ്. കോണിക്കൽ ഫ്ലാസ്കിലേക്ക് എടുക്കുന്നത് അത് 20 ഫിക്സഡ് ആണ്. ഇനി നമ്മൾ ഇക്വേഷൻ നോക്കട്ടെ. നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ഇക്വേഷൻ നോക്കൂ, N1V1 = N2V2 എന്നാണ്. ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാറ്. ഇങ്ങനെ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ N1 നോർമാലിറ്റി ഓഫ് HCl, V1 വോള്യൂം ഓഫ് HCl, N2 നോർമാലിറ്റി ഓഫ് NaOH, V2 വോള്യൂം ഓഫ് NaOH. ഇനി ഇതിൽ N1 നമുക്കറിയാം, V1 അറിയാം, V2 അറിയാം. അറിയാത്തത് എന്താ, N2. അപ്പോൾ N2 കാണാൻ ഇക്വേഷൻ എഴുതുമ്പോൾ നോർമാലിറ്റി ഓഫ് NaOH N2 എന്ത് വരും, N1V1 / V2. N1 എന്ന് പറഞ്ഞാൽ എന്താ, HClൻ്റെ നോർമാലിറ്റി, V1 എന്ന് പറയുമ്പോൾ HClൻ്റെ വോള്യൂം, V2 എന്ന് പറഞ്ഞാലോ NaOHൻ്റെ വോള്യൂം. അതൊക്കെ കൊടുക്കുമ്പോൾ 0.0958 ഇൻറ്റു V1 19.5 HClൻ്റെ വോള്യൂം / NaOHൻ്റെ വോള്യൂം 20. അപ്പോൾ അതിൽ കിട്ടുന്ന 0.0934 നോർമൽ കിട്ടും. എപ്പോഴും നോർമാലിറ്റിൻ്റെ യൂണിറ്റ് നോർമൽ N ഇടലാണ്. നേരത്തെ പറഞ്ഞത് റൗണ്ട് ചെയ്യരുതെന്ന് പറഞ്ഞു. ഇനി ഇക്വലൻ മാസ് ഓഫ് NaOH ഇനി ചെയ്യാൻ പോകണത് എന്താ അറിയും, ഈ കിട്ടിയ N2 എന്ത് ചെയ്യും, NaOHൻ്റെ ഇക്വലൻ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇത് നോർമാലിറ്റി ഓഫ് NaOHന് അതിൻ്റെ തന്നെ ഇക്വലൻ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ എന്തൊന്ന് കിട്ടും നമുക്ക്, NaOH പെർ ലിറ്ററിലുള്ള മാസ് ഓഫ് NaOH പെർ ലിറ്റർ കിട്ടും. അത് കണ്ടല്ലോ, നോർമാലിറ്റി കിട്ടിയതിനെ 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 3.736 ഗ്രാം. 40 എന്ന് പറഞ്ഞാൽ എന്താണ്, NaOHൻ്റെ ഇക്വലൻ മാസ് ആണ്.
ഇനി ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്, അതാണ് ഫൈനൽ സ്റ്റെപ്പ്. അത് എയിമിൽ പറഞ്ഞല്ലോ, എന്താ കാണാൻ പറഞ്ഞത്? പെർ മാസ് ഓഫ് NaOH പെർ ലിറ്റർ അല്ല കാണാൻ പറഞ്ഞത്. നമ്മളോട് പറഞ്ഞത് എന്താ? മാസ് ഓഫ് NaOH ഇൻ ദി ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഈ കിട്ടിയ മാസ് പെർ ലിറ്ററിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതോടുകൂടി ആൻസറിലേക്ക് എത്തി. എന്ത് കിട്ടി? 0.3736 ഗ്രാം. ഇനി നമുക്ക് ഫൈനൽ റിസൾട്ട് ഒക്കെ എഴുതിയത് മാസൊക്കെ ഗ്രാമിലായിട്ട് എഴുതിയത്, മാസിനൊക്കെ യൂണിറ്റ് ഗ്രാമാണ്. ഇനി റിസൾട്ട് എഴുതും. റിസൾട്ടിൽ ഇതാണ് മെയിൻ റിസൾട്ട്, മാസ് ഓഫ് NaOH ഇൻ ദി ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ. എന്നിട്ട് = 0.3736 ഗ്രാം. എന്നിട്ട് അണ്ടർലൈൻ ചെയ്യാൻ മറക്കരുത്, മാർക്ക് കിട്ടുള്ളൂ. പിന്നെ അതിൽ ഒരു ചില റിസൾട്ട് 2 എഴുതാൻ പറയുന്നുണ്ട്. അതിൽ ഒന്ന് ഫൈനൽ റിസൾട്ടും ചിലതിലൊക്കെ നോർമാലിറ്റി ഓഫ് NaOHും N2 എഴുതാൻ പറയുന്നുണ്ട്. അത് നമുക്ക് എഴുതല്ലോ. അതെന്താ? 0.0934 നോർമൽ. ഓക്കെ, ഇതുപോലെ ഇനി ചെയ്ത് നോക്കുക. ഓക്കെ.